Hi everyone, this is GB Sebastian. Welcome to GB's classes. CBSE സിലബസിലെ 9ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു. അതിലെ ഒരു കഥയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദോ ബേലോം കി കഥ എന്നാണ് അതിൻ്റെ ആ പാഠത്തിൻ്റെ പേര്. ആ കഥ കുറച്ച് പാർട്ടുകൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ പാർട്ട്. दोनों दिन भर जोते जाते, ठंडे खाते, अड़ते, शाम को थान पर बांध दिए जाते और रात को वही बालिका उन्हें 2 रोटियां खिला जाती. അപ്പോൾ ഈ ദോനോ എന്ന് പറയുന്നത് ഇവിടെ 2 കാളകളെയാണ് പറയുന്നത്. ദിൻ ഭർ എന്ന് പറഞ്ഞാൽ ദിവസം മൊത്തവും നിലമൊക്കെ ഉഴുതും, അത് കഴിഞ്ഞ് വൈകുന്നേരം അതിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വരും. തിരിച്ചെന്ന് പറഞ്ഞാൽ തൊഴുത്തിലോട്ട് വരും. അവിടെ വന്ന് അതിന് കെട്ടിയിടും. അത് കഴിയുമ്പോൾ രാത്രിയിൽ ആ ബാലിക, അവിടുത്തെ ആ ഒരു പെൺകുട്ടി 2 ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി കൊണ്ടുവന്ന് ഈ കാളകൾക്ക് കൊടുക്കും. പ്രേം കെ ഇസ് പ്രസാദ് കി യഹ് ബർക്കത്ത് थी कि 2 गाल सूखा भूसा खाकर भी दोनों दुर्बल न होते थे. അപ്പോൾ ഈ സ്നേഹം കൊണ്ടുള്ള പ്രസാദം, ആ 2 ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി കൊണ്ടുവന്ന് കൊടുക്കുന്നത്, അതിന് ഇത്ര വർക്കത്തുണ്ടായിരുന്നു. ഒരു 2 കവിള് ഈ ഉണക്ക പുല്ല് അല്ലെങ്കിൽ ഉണക്ക വൈക്കോല് തിന്നിട്ടും ഈ കാളകൾ ക്ഷീണിച്ചില്ല. മഗർ दोनों की आँखों में रोम रोम में विद्रोह भरा हुआ था. പക്ഷേ അതിന് 2ൻ്റെയും കണ്ണുകളിൽ ഓരോ രോമത്തിലും വിദ്രോഹം, അതായത് ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഭരാ ഹുവാ ഥാ. ഏക് ദിൻ മോത്തിനെ മൂക്ക് ഭാഷാമേ കഹ. മോത്തി, അതിലെ ഒരു കാള പറഞ്ഞു, അബ് തോ നഹി സഹാ ജാത്ത. ഇനി സഹിക്കാൻ പറ്റില്ല. ഹീരയോട് പറയാണ്, മറ്റേ കാളയോട് പറയാണ്, ഇനി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ക്യാ കർണ ചാത്തേ ഹോ. അപ്പോൾ ഹീര ചോദിക്കുകയാണ്, എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഏക് ആദ് കോ സീങ്ക് പർ ഉഠാക്കർ ഫേങ്ക് ദൂങ്ക. 1-2 കൊമ്പിൽ കോർത്ത് പൊക്കിയെടുത്ത് വലിച്ചെറിയാൻ എനിക്ക് തോന്നുന്നു. ലേക്കിൻ ജാൻതേ ഹോ വഹ പ്യാരി ലടുക്കി. അറിയോ നിനക്ക് ആ നല്ല ആ പെൺകുട്ടി, പ്യാരി ലടുക്കി, ജോ ഹമേ റോട്ടിയാ ഖിലാത്തി ഹെ. നമുക്ക് റൊട്ടി തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം തരുന്ന ആ ചെറിയ പെൺകുട്ടി. ഉസിക്ക് ലടുക്കി ഹെ. ആ ആളുടെ മോളാണ് ഈ ലടുക്കി, ആ പെൺകുട്ടി. ജോ ഇസ് ഘർ കാ മാലിക് ഹെ. ഈ വീട്ടിൻ്റെ മാലിക്കായ, ഈ വീട്ടിൻ്റെ യജമാനനായ അയാളുടെ മകളാണ് ആ കുട്ടി. യേ ബിച്ചാരി അനാഥ് ഹോ ജായേഗി. ഇപ്പോൾ അവരെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ആരുമില്ലാതാവും. തോ മാലിക്കിൻകോ ഫേക് ദൂ. അപ്പോൾ എന്നാൽ പിന്നെ അയാളുടെ ഭാര്യയെ, ഈ കൊച്ചിൻ്റെ 2ാം അമ്മയെ കുത്തിയെടുത്ത് വലിച്ചെറിഞ്ഞു വിട്ടെ. വഹി തോ ഉസ് ലടുക്കി കോ മാർത്തി ഹെ. ആ സ്ത്രീയല്ലേ ആ പെൺകുട്ടിയെ അടിക്കാറുള്ളത്. ലേക്കിൻ ഓരത്ത് ജാത് പർ സീങ് ചലാന മനാ ഹെ. യേ ഭൂലേ ജാത്തേ ഹോ. അപ്പോൾ ഓരത്ത് പർ സീങ് ചലാന, ഓരത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കൊമ്പുകൾ കൊണ്ട് കുത്തുക, അല്ലെങ്കിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് ശരിയല്ല. അത് മനാഹെ, അങ്ങനെ ചെയ്യരുത്. തും തോ കിസി തര നിക്കൽനെ ഹി നഹി ദേത്തെ. നീ എന്തു പറഞ്ഞാലും എല്ലാത്തിനും തടസ്സം നിൽക്കുകയാണല്ലോ. ബത്താവോ തുടാക്കർ ഭാഗ് ചലെ. പൊട്ടിച്ചിട്ട് നമുക്ക് ഓടിയാലോ കയറൊക്കെ. ഹാ യേ മേ സ്വീകാർ കർത്താ ഹൂം. അത് ശരിയാണ്, ഓക്കെ, അത് ഞാൻ അംഗീകരിക്കുന്നു. ലേക്കിൻ ഇത്തിനി മോട്ടി രസ്സി ടൂട്ടേഗി കേസെ. ഇത്ര കട്ടിയുള്ള ഈ കയറ് എങ്ങനെ പൊട്ടും?
इसका एक उपाय है. അതിനൊരു ഐഡിയ ഉണ്ട്. ഉപായ है. पहले रस्सी को थोड़ा चबा लो. കുറച്ച് ചവയ്ക്കൂ. ഈ കയറിനെ എടുത്ത് കുറച്ച് ചവയ്ക്കുക. फिर एक झटके में जाती है. അപ്പോൾ പിന്നെ ഒരു വലി വലിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിക്കോളും. रात को जब बालिका रोटियां खिलाकर चली गई. ബാലിക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഈ ചപ്പാത്തി കൊണ്ടുവന്ന് കഴിക്കാൻ കൊടുത്തിട്ട് പോയപ്പോൾ ദോനോ റസ്സിയോ ചവാനെ ലगे. രണ്ടുപേരും ഈ കയറ് ചവയ്ക്കാൻ തുടങ്ങി. पर മോട്ടി രസ്സി മുഹ്മേ ന ആത്തി थी. അത്ര നല്ല വണ്ണമുള്ള കയറായിരുന്നു. അത് ശരിക്ക് ചവയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. बेचारे बार बार जोर लगाकर रह जाते थे. ഭയങ്കര ഫോഴ്സിൽ എന്നിട്ടും ചവയ്ക്കാൻ അവർ നോക്കുകയാണ്. സഹസ പെട്ടെന്ന് തന്നെ ഘർക്ക ദ്വാർ ഖുല. വീട്ടിൻ്റെ ദ്വാർ എന്ന് പറഞ്ഞാൽ ഡോറ്, ദർവാജ, വാതിൽ തുറന്നു. വഹി ലടുക്കി നിക്കലി. ആ പെൺകുട്ടിയാണ് പുറത്തു വന്നത്. ദോനോ സിർ ജുക്കാക്കർ ഉസ്കാ ഹാത്ത് ചാട്ടനെ ലगे. അപ്പോൾ എന്നിട്ട് വന്നപ്പോൾ രണ്ടുപേരും തലകുനിച്ചു വന്ന് തലകുനിച്ച് ആ പെൺകുട്ടിയുടെ കൈകൾ നക്കാൻ തുടങ്ങി. ദോനോ കി പൂജ് ഖടി ഹോ ഗയി. രണ്ടുപേരുടെയും വാല് പൊങ്ങി നിന്നു. ഉസ്നെ ഉൻകെ മാഥെ സഹലായെ ഓർ ബോലി. അതിൻ്റെ തലയിൽ തൊട്ടുകൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഖോലെ ദേത്തി ഹൂँ, ചുപ്കെ സെ ഭാഗ് ജാओ. ഞാൻ ഈ കയറ് അഴിച്ചു തരികയാണ്, നിങ്ങൾ മിണ്ടാതെ ഇവിടുന്ന് പൊക്കോളൂ, ഇവിടുന്ന് ഓടിപ്പൊക്കോ. നഹീ തോ യേ ലോഗ് മാർ ഡാലെങ്കെ. അല്ലെങ്കിൽ ഇവർ നിങ്ങളെ കൊന്നുകളയും. ആജ് ഘർ മേ സലാഹ് ഹോ രഹി ഹെ കി ഇൻകി നാക്കോ മേ നാഥ് ഡാൽ ദി ജായെ. രണ്ടുപേരും ഇടാനുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്നെ ഖരാവ് ഖോൽ ദിയെ. അപ്പോൾ അതിൻ്റെ കഴുത്തിലെ കയറ് അഴിച്ചു വിട്ടു. പർ ദോനോ ചുപ് ചാപ്പ് ഖടേ രേ. പക്ഷേ രണ്ടുപേരും അവിടെ തന്നെ നിന്നു. മോത്തിനെ അപ്പനി ഭാഷാമേ പൂച്ച. മോത്തി മൂകഭാഷയിൽ ഹീരയോട് ചോദിച്ചു, പറഞ്ഞു, അബ് ചലത്തേക്കോ നഹി. ഇനി എന്താ പോവാത്തത്, നമ്മളെന്താ പോകുന്നില്ലേ? ഹീരാനെ കഹ. ഹീര പറഞ്ഞു, ചലേ തോ ലേക്കിൻ കൽ ഇസ് അനാഥ് പർ ആഫത്തായേഗി. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ തുറന്നു വിട്ടത്, അഴിച്ചു വിട്ടത് ഈ പെൺകുട്ടിയാണെന്നറിയും. ഈ പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടാവും. സബ് ഇസി പർ സന്ദേഹ കരേഗി. എല്ലാവരും ഇവളെ സംശയിക്കും. സഹസ പെട്ടെന്ന് ബാലിക ചില്ലായി. ആ പെൺകുട്ടി നിലവിളിച്ചു. ദോനോ ഫൂഫു വാലെ ഭേൽ ഭാഗേ ജാ രേ ഹെ. ആ രണ്ട് ഫൂഫു വാലെ എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ ബന്ധുക്കാരിൽ നിന്നാണ് കൊണ്ടുവന്നത്. ആ ഫൂഫയുടെ രണ്ട് കാളയും ഫൂഫു വാലെ ഭേൽ ഭാഗിദാര രണ്ടും ഓടിപ്പോകുന്നു. ആ ദാദാ ഓടിവാ. ദോനോ ഭേൽ ഭാഗിദാര രണ്ടുപേരും ഓടുകയാണ്. ജൽദി തോടോ. എന്നിട്ട് പറയാണ്, വേഗം വാ, അവരെല്ലാം രണ്ട് കാളയും ഓടിപ്പോകുന്നുവെന്ന് ഈ പെൺകുട്ടി വിളിച്ചു പറയാണ്. ഗയാ ഹഡ്ബഡാക്കർ ഭീതർ സെ നിക്ല. ഗയാ എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്തു, വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി. ബേലോ കോ പകടനെ ചല. രണ്ട് കാളയും പിടിക്കാനായിട്ട് വന്നു. വേ ദോനോ ഭാഗെ. അവർ രണ്ട് കാളകളും ഓടി. ഗയാനെ പീച്ചാക്കിയ. ഈ ഗയ അവരെ പിന്നാലെ പിന്തുടർന്നു. ഓർ ബി തേജ് ഹുയെ. അപ്പോൾ അവർ കുറച്ചും കൂടി ഫാസ്റ്റായി ഓടി. ഗയാനെ ഷോർ മച്ചായ. ഗയ നിലവിളിച്ചു. ഫിർ ഗാവ് കെ കുച്ച് ആദ്മിയോ കോ ഭി സാത്ത് ലേനെ കെ ലിയെ ലോട്ട. എന്നിട്ട് ആ വില്ലേജിലെ, ആ ഗ്രാമത്തിലെ കുറച്ചു പേരെ കൂട്ടി ഈ കാളകളെ പിടിക്കാനായിട്ട് ഈ ഗയ തിരിച്ചു വന്നു. ദോനോ മിത്രോക്കോ ഭാഗ്നെ കാ മോക്ക മിൽ ഗയ. രണ്ട് കാളകൾക്കും ഓടി രക്ഷപ്പെടാനുള്ള ഒരു മോക്ക എന്ന് പറഞ്ഞാൽ ഒരവസരം കിട്ടി. സീധേ ദോടത്തെ ചലെ. രണ്ടുപേരും നേരെ ഓടി. യഹാ തക്ക് മാർഗ് കാ
ധ്യാൻ ന രഹ, വഴി ഏതാന്ന് പോലും അറിയാതെ അവർ ഓടി. ജിസ് പരിചിത് മാർഗ് സേ ആയേ ഥേ, അവർക്ക് പരിചയമുള്ള വഴി കൂടെയായിരുന്നു അവർ വന്നത്. ഉസ്ക യഹാ പതാ ന ഥ, അതിൻ്റെ ആ പരിചയമുള്ള വഴി അറിയുന്നുണ്ടായിരുന്നില്ല. നയ നയെ ഗാവ് മിൽനെഗെ, അപ്പോൾ പുതിയ ഈ ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങൾ പലതും അങ്ങനെ വന്നു, പുതിയതാണ്. തബ് ദോനോ ഏക് ഖേത് കെ കിനാരെ ഖടേ ഹോക്കർ സോച്ചനെ ലഗെ, ഒരു പാടത്തിൻ്റെ തീരത്ത്, പാടത്തിൻ്റെ സൈഡിൽ നിന്നിട്ട് ചിന്തിച്ചു. അബ് ക്യാ കർണാ ചാഹിയെ, ഇനി എന്ത് ചെയ്യും? ഹീരാനെ കഹ, ഹീര പറഞ്ഞു, മാലൂം ഹോത്താ ഹെ രാഹ ഭൂൽ ഗേ, അപ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നു നമ്മൾ വഴി തെറ്റിയെന്ന്. തുംഭി ബേതഹാശ ഭാഗെ, നീയും നോക്കാതെ ഓടി. വഹി ഉസേ മാർ ഗിരാന ഥ, അവിടെ തന്നെ അവനെ കുത്തി വീഴ്ത്തണമായിരുന്നു. ഉസേ മാർ ഗിരാത്തെ तो दुनिया क्या कहती, അവനെ കുത്തി വീഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോകം എന്തു പറയും? വാ അപ്ന ധരം ചോട് ദേ, നമ്മൾ വാ അപ്ന ധരം ചോട് ദേ ലേക്കിൻ ഹം അപ്ന ധരം ക്യോं ചോടേ, അദ്ദേഹം കൾച്ചറില്ലാതെ അല്ലെങ്കിൽ മാന്യത അദ്ദേഹത്തിന് കൈവിടാം, പക്ഷെ നമുക്ക് മാന്യത കൈവിടാൻ പറ്റില്ല എന്ന് കാളകൾ പറയാണ്. ദോനോ ഭൂഖ് സെ വ്യാകുൽ ഹോ രഹേ ഥേ, രണ്ടുപേർക്കും ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഖേത് മേ മട്ടർ ഖടി ഥി, മട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ പീസ്, അതിൻ്റെ ചെടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. ചർണയിലകെ, അവർ തിന്നാൻ തുടങ്ങി. രക്കർ ആ ഹട്ട് ലേത്തെ ഥേ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊങ്ങി നോക്കും. കോയി ആത്താത്തോ നെഹി ഹേ, ആരും വരുന്നൊന്നുമില്ലല്ലോ, അതങ്ങനെ നോക്കി അവർ ആ മട്ടർ തിന്നാൻ തുടങ്ങി. ജബ് പേട്ട് ഭർ ഗയ, ആ ഗ്രീൻ പീസിൻ്റെ ചെടിയൊക്കെ തിന്നിട്ട് വയറ് നിറഞ്ഞു. ദോനോനെ ആസാദി ക അനുഭവ് കിയ, അപ്പോൾ അവർ ആ ഫ്രീഡം, അവർ ഫ്രീ ആയി, അവർ അതിൻ്റെ ആ ഒരു ഫ്രീഡം അനുഭവിക്കുകയാണ്. തോ മസ്ത് ഹോക്കർ ഉച്ഛലിനെ കൂതിനെ ലഗെ, എന്നിട്ട് ഓടി കളിക്കാൻ തുടങ്ങി, ഓടുകയും ചാടുകയും ചെയ്യാൻ തുടങ്ങി. പഹലെ ദോനോനെ ഡക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഏമ്പക്കം വിട്ടു. ഫിർ സീങ് മിലായെ, രണ്ടുപേരും കൊമ്പുകൾ കോർത്തു. ഓർ ഏക് ദൂസരേക്കോ ഠേൽനെ ലഗെ, രണ്ടുപേരും കളിക്കാൻ തുടങ്ങി. മോത്തിനെ ഹീറാക്കോ കൈ കദം പീച്ചെ ഹട്ടാ ദിയ, അങ്ങനെ കുത്തിയിട്ട് മോത്തി ഹീരയെ കുറേ പുറകിലോട്ട് കൊണ്ടുപോയി. യഹാ തക്കി വ ഖായിമേ ഗിർ ഗയ, എന്നിട്ടത് എവിടെ വീണു? ഒരു ചാലിനുള്ളിൽ വീണു. തബ് ഉസേ ഭി ക്രോധായ, അപ്പോൾ ഹീരയ്ക്കും ദേഷ്യം വന്നു. സംഭൽക്കർ ഉഠ, എന്നിട്ട് സൂക്ഷിച്ചെണീറ്റു. ഓർ ഫിർ മോത്തി സെ മിൽ ഗയ, മോത്തിനെ देखा खेल में झगड़ा हुआ चाहता है तो കിനാരെ ഹട്ട് ഗയ, അപ്പോൾ മോത്തി ഒരു സൈഡിലോട്ട് മാറി. അങ്ങനെ അവർ കൊമ്പുകളൊക്കെ കുത്തി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. ആ ഫ്രീഡം, അവർ കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് അവർ. ഇനി അടുത്തത് ഈ മൂന്നാമത്തെ പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Please do subscribe, like and share. Thank you.